ഇടുക്കി പീരുമേട്ടിലെ തോട്ടം തൊഴിലാളികളുടെ ജീവിതം മെച്ചപ്പെടുത്താൻ ഇടപെടൽ നടത്താത്ത സർക്കാരിനെതിരെ പ്രതിഷേധവുമായി പീരുമേട്ടിലെ NDA സ്ഥാനാർത്ഥി രതീഷ് വരകുമല. പീരുമേട്ടിലെ ലേബർ ഓഫീസിൽ ഈസ്റ്റർ ദിനത്തിൽ അന്തിയുറങ്ങിയായിരുന്നു രതീഷ് പ്രതിഷേധമറിയിച്ചത്. പീരുമേട്ടിൽ നിന്നും സുബിൻ തോമസ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. പീരുമേട്ടിൽ NDA സ്ഥാനാർത്ഥി രതീഷ് വരകുമല ഇന്നലെ അന്തിയുറങ്ങിയത് എന്റെ പിന്നിൽ കാണുന്ന ഈ ഒരു ലേബർ ഓഫീസിലാണ്. അതൊരു പ്രതിഷേധത്തിന്റെ ഭാഗമായാണ് അദ്ദേഹം ആ ഒരു ലേബർ ഓഫീസിൽ അദ്ദേഹത്തിന്റെ ആ ഒരു പ്രതിഷേധം അറിയിച്ച് ഇന്നലെ രാത്രി ഈസ്റ്റർ ദിനത്തിൽ അന്തിയുറങ്ങുന്ന സാഹചര്യമുണ്ടായത്. തോട്ടം മേഖലയിൽ തോട്ടം തൊഴിലാളികളായിട്ടുള്ള ആളുകൾ വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു. അതോടൊപ്പം തന്നെ ലയങ്ങളുടെ ശോചനീയാവസ്ഥ. അത്തരത്തിൽ തോട്ടം മേഖല നേരിടുന്ന നിരവധി പ്രശ്നങ്ങളുണ്ടായിട്ടും അതിലൊന്നും കൃത്യമായ ഇടപെടൽ നടത്താൻ സംസ്ഥാന സർക്കാരുകൾ മാറി വന്ന സംസ്ഥാന സർക്കാരുകൾക്ക് കഴിഞ്ഞില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ്. ആ വസ്തുത പൊതുജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇത്തരത്തിൽ വ്യത്യസ്തമായ ഒരു പ്രതിഷേധവുമായി അദ്ദേഹം രംഗത്തെത്തുന്ന ഒരു സാഹചര്യമുണ്ടായത്. എന്തായാലും രതീഷ് വരകുമല ഇപ്പോൾ ജനംജീവിക്കൊപ്പം ചേരുകയാണ്. ചേട്ടാ, ഇത്തരത്തിലൊരു പ്രതിഷേധം അത് എന്താണ് ആ ഒരു പ്രതിഷേധത്തിലേക്ക് നയിക്കാനുള്ള സാഹചര്യം എന്താണ്? അത് വളരെ സിമ്പിളാണ്. ലയങ്ങളിലെ തൊഴിലാളികളുടെ നരകയാതന അത് അവസാനിക്കണം. അത് മാത്രമാണ് നമ്മുടെ ഈ പ്രതിഷേധത്തിൻ്റെ കാര്യം. കാരണം എന്താണെന്ന് വെച്ചാൽ തോട്ടം മേഖലയ്ക്ക് ഇവിടെ 200 വർഷത്തിലധികമൊക്കെ ചരിത്രവും പഴക്കവുമൊക്കെ ഉണ്ട്. അവിടുത്തെ 50, 100, 150 വർഷങ്ങളായ ലയങ്ങളിൽ താമസിക്കുന്ന തൊഴിലാളികൾ, ആ തൊഴിലാളികളുടെ ജീവിതം നരകതുല്യമാണ്. ഇപ്പോൾ ഒരു ഗ്യാസ് കണക്ഷൻ പോലും ഇല്ലാത്ത എത്രയോ ലയങ്ങൾ, കുടിവെള്ളമില്ലാത്ത ലയങ്ങൾ, അത് കിടന്നുറങ്ങാൻ വേണ്ടത്ര സൗകര്യമില്ലാത്ത സാഹചര്യത്തിൽ കുട്ടികളടക്കം ജീവിക്കുന്ന അത്ര സാഹചര്യത്തിലാണ്. 3-4 തലമുറ ഈ ലയങ്ങളിൽ ജീവിക്കുന്നു. ആ ലയങ്ങളുടെ നേർക്കാഴ്ച എന്ന് പറയുന്നത് മനുഷ്യ മനസാക്ഷിയെ മരവിപ്പിക്കുന്നതാണ്. നഗ്നമായ മനുഷ്യാവകാശ ലംഘനമാണ് ഈ പീരുമേട് തോട്ടം മേഖലയിൽ, തേയിലത്തോട്ടം മേഖലയിലുള്ള ലയങ്ങളിൽ നടക്കുന്നത്. അപ്പോൾ ലയങ്ങളിൽ താമസിക്കുന്ന തൊഴിലാളികൾക്ക് ഒരു അന്തസ്സുണ്ട്. ആ തൊഴിലാളികളുടെ പേര് പറഞ്ഞാണ് കാലാകാലങ്ങളായി ഇവിടെ രാഷ്ട്രീയ പാർട്ടികളെല്ലാം അധികാരത്തിൽ വരികയും അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു എന്നാണ് നമ്മളെല്ലാവരും പറയുന്നത്. പിന്നെ ഞാൻ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയെ മാത്രം കുറ്റം പറയാനൊന്നും ആഗ്രഹിക്കുന്നില്ല. ഈ നാട്ടിലെ എല്ലാ ജനപ്രതിനിധികൾക്കും എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാർക്കും ഒക്കെ ഇതിൽ ഉത്തരവാദിത്തമുണ്ട്, അതുപോലെ ഉദ്യോഗസ്ഥർക്കും ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ലേബർ ഓഫീസിൻ്റെ മുന്നിൽ ഈ റോഡിൽ ഇങ്ങനെ കിടന്നുറങ്ങാൻ അങ്ങോട്ട് ലേബർ ഓഫീസിലേക്ക് കയറിപ്പോകുന്ന വഴിയിലാണ് ഇന്നലെ ഞാനാണ് കിടന്നുറങ്ങാൻ തീരുമാനിച്ചത്. എന്നോടൊപ്പം പാർട്ടിയുടെ മുഴുവൻ പ്രധാനപ്പെട്ട പ്രവർത്തകരൊക്കെ ഉണ്ടായിരുന്നു. കൂടുതൽ ആളുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ അവരെ ഞങ്ങൾ തന്നെ പറഞ്ഞ് വീട്ടിലേക്ക് വിടുകയാണ് ചെയ്തത്. ഒത്തിരി പേര് കൂടി ഒരു സമരമൊന്നുമല്ല ഇത്. ഇതൊരു പ്രതിഷേധമല്ല. ഇത് യഥാർത്ഥത്തിൽ ഒരു ഐക്യദാർഢ്യമാണ് ഈ തൊഴിലാളികളുടെ ജീവിത സാഹചര്യത്തോട്, അവരുടെ ചെറുത്തുനിൽപ്പിനോടുള്ള ഐക്യദാർഢ്യം. ഒരുപക്ഷെ ആ തൊഴിലാളികൾ പോലും പലരും ഇതവർക്ക് ശീലമായി പോയി. ഇത്തരം ഒരു മോശം സാഹചര്യത്തിലാണ് ഞങ്ങൾ താമസിക്കുന്നതെന്നൊരു ചിന്താഗതി പോലും ഇല്ലാത്ത അവസ്ഥയിലേക്ക് അവർ കാലങ്ങളായി ഇങ്ങനെ ജീവിക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് അവിടെ ചെന്ന് കാണുമ്പോഴാണ് ഇതിൻ്റെ ഒരു ഗൗരവം, ഒരു ഭീകരത മനസ്സിലാകുന്നത്. അപ്പോൾ ആ ഒരു സാഹചര്യം മാറണം. ആ ഒരു സാഹചര്യം മാറാൻ, അത് അഡ്രസ്സ് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ലൊരു സമയം അതിതാണെന്ന് ഞാൻ വിചാരിച്ചു. അതുകൊണ്ടാണ് പ്രത്യേകിച്ച് ഇന്നലെ ഈസ്റ്റർ ദിനമായിരുന്നു. ഈസ്റ്ററിന് എല്ലാവരും ആഘോഷമാണ്. ഇത്തരത്തിലുള്ള ലയങ്ങളിൽ പോയി നമ്മളൊന്ന് സന്ദർശിച്ചാൽ ഈസ്റ്റർ എന്നല്ല, ഒരു ഓണം പോലും ആഘോഷിക്കാൻ നമുക്ക് സാധിക്കത്തില്ല. അപ്പോൾ ആഘോഷങ്ങൾ മാറ്റി വെച്ചുകൊണ്ട് രാത്രി ലേബർ ഓഫീസിൻ്റെ തിണ്ണയിൽ കിടന്നുറങ്ങാനാണ് ഞാൻ പ്രഖ്യാപിച്ചതും തീരുമാനിച്ചത്. പക്ഷേ ഇവിടെ വന്നപ്പോൾ പോലീസ് അധികാരികൾ അങ്ങോട്ട്, അതായത് ഗേറ്റിനപ്പുറത്തേക്ക് കിടക്കുന്നതിനെ അവർ നമ്മളോട് നിരുത്സാഹപ്പെടുത്തി. അവരെ തടഞ്ഞു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, കാരണം ആ രീതിയിലൊന്നും നമ്മളോട് ഒരു പെരുമാറിയില്ല. അവരെ നമ്മൾ നിരുത്സാഹപ്പെടുത്തി. കാരണം അവർക്ക് അതിൻ്റെ ഒരു ഉത്തരവാദിത്വമുണ്ട്, ഗവൺമെൻറ് പ്രോപ്പർട്ടിയാണ്. അപ്പോൾ അതിനുള്ളിലേക്കൊന്നും ഞങ്ങൾ കടന്നില്ല. ശരി, വേണ്ട, നമുക്ക് ഈ വിഷയം അഡ്രസ്സ് ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളൊരു ടാർപോളിനൊക്കെ വലിച്ചു കെട്ടി ഈ തറയിൽ ഞങ്ങൾ ഇന്നലെ രാത്രി കിടന്നുറങ്ങി. അപ്പോൾ ഇതിനകത്ത് നമുക്ക് വേറെ മറ്റൊരു അജണ്ടയുമില്ല. യഥാർത്ഥ കാര്യം ജനങ്ങളിലെത്തിക്കുക. തോട്ടം തൊഴിലാളികളുടെ ജീവിത സാഹചര്യം, അവരുടെ ലയങ്ങളിലെ ശോചനീയ അവസ്ഥ അത് ജനങ്ങളിലെത്തിക്കുക, അധികാരികളിലെത്തിക്കുക. പ്രത്യേകിച്ച് ഇതൊരു തെരഞ്ഞെടുപ്പ് സമയമാണ്. ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് ഇത് കൂടുതൽ ചർച്ച ചെയ്യപ്പെടണം. ഇവിടെ ഇടതുപക്ഷവും വലതുപക്ഷവും ഒക്കെ ഇപ്പോഴും വോട്ട് ചോദിക്കുന്നത് ഈ തൊഴിലാളികൾക്ക് വേണ്ടി അവരെന്തൊക്കെയോ ചെയ്തു എന്ന് പറഞ്ഞിട്ടാണ്. കഴിഞ്ഞ 20 വർഷമായി ഇടതുപക്ഷം പ്രതിനിധീകരിക്കുന്ന മണ്ഡലമാണ്. കോൺഗ്രസ് ഇതിനു മുമ്പ് ഇവിടെ പ്രതിനിധീകരിച്ചിട്ടുണ്ട്. അപ്പോൾ രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് ഞാൻ അവരെ വിമർശിക്കാൻ ഈ സാഹചര്യം ഉപയോഗിക്കുക. കാരണം ഇത് ഒരു പൊതുസമൂഹത്തിൻ്റെ ഉത്തരവാദിത്വമാണ്. നമ്മൾ മറ്റെല്ലാ സുഖസൗകര്യങ്ങളോടുകൂടി ഈ മേഖലയിൽ ഒരു പൊതുസമൂഹം ജീവിക്കുമ്പോൾ
തോട്ടം മേഖലയിലെ ആയിരക്കണക്കിന് വരുന്ന ഏക്കറുകളാണ്, അതിനുള്ളിലാണ് ഈ ലയങ്ങളിലെ ഈ തൊഴിലാളികളുടെ ഈ ദുരവസ്ഥ ഉള്ളത്. ഈ അവസ്ഥ വെളിയിൽ വന്ന് പറയാൻ അവർക്ക് ഭയമാണ്. അതിന് പല കാരണങ്ങളുണ്ട്. ട്രേഡ് യൂണിയൻ നേതാക്കന്മാരെ അവർക്ക് പേടിയാണ്. കാരണം ട്രേഡ് യൂണിയൻ നേതാക്കന്മാർ ഈ തൊഴിലാളികളുടെ സംരക്ഷകരാണ് എന്നൊക്കെ പറയുമ്പോഴും അവർ എസ്റ്റേറ്റ് മാനേജ്മെൻറ്റുമായിട്ടൊരു ധാരണയിലാണ് പോകുന്നത്. അതൊക്കെ ഒരു വാസ്തവമായ കാര്യമാണ്. അപ്പോൾ ഇതൊന്നും ഇവിടെ പലപ്പോഴും അഡ്രസ്സ് ചെയ്യപ്പെടുന്നില്ല.